Good morning, all. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. News എടുത്ത് നോക്കിയോ എല്ലാവരും? Yes, ma'am. ക്ലിയർ ആണോ? ആണോ? Okay, ma'am. നമ്മ ഫാർമസി ആണല്ലോ എടുത്തോണ്ടിരിക്കുന്നത് മിസ്. ഇൻഫ്രാസ്ട്രക്ചർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ? അതിൽ ആദ്യത്തെ 3 പോയിന്റ് പറഞ്ഞാലോ മിസ്? അതെ 3 പോയിന്റ് പറഞ്ഞു. ബാക്കി എടുക്കാം. ഓക്കെ. രണ്ടാമത്തെ പേജ് നമ്പർ 2 ആണ്. സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ മിസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫാർമസി എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ? ഇൻഫ്രാസ്ട്രക്ചറിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, നമ്മുടെ ഫാർമസിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ ആന്തരഘടന എന്ന് പറയും അല്ലെ? ഫസ്റ്റ് എന്താണ്? നമ്മുടെ ഫാർമസി ഒന്നില്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ പറഞ്ഞത് എന്താണ്? നമ്മുടെ ഫാർമസി എങ്ങനെയായിരിക്കും? ഒരു ഗ്രാൻഡ് അപ്പിയറൻസിലായിരിക്കും അല്ലെ? കൂടാതെ നമ്മുടെ പേഷ്യൻസിന് അല്ലെ എന്താണ്? മരുന്നുകൾ വാങ്ങിക്കാൻ വെയിറ്റ് ചെയ്യുന്നതിനുള്ള വെയിറ്റിംഗ് സ്പേസ് ഉണ്ടായിരിക്കും അല്ലെ? കൂടാതെ എന്താണ്? ഒരു നമ്മുടെ OPD വെയിറ്റിംഗ് റൂം എന്താണ്? പ്രൊഫഷണൽ ലുക്കിലും. പിന്നെ എന്താണ്? നമ്മുടെ പേഷ്യൻസിന് എന്താണ്? മരുന്നുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ? അപ്പൊ അവർക്ക് നേരം പോകുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, എന്റർടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്താണ്? ആരോഗ്യ മാസികകൾ അല്ലെ അല്ലെങ്കിൽ അതേപോലെയുള്ള നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ ശുചിത്വത്തെ കുറിച്ചൊക്കെ ഇൻഫോർമേഷൻസ് നൽകുന്ന പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്താണ്? ലിറ്ററേച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ മാനുഫാക്ചറിംഗിൽ ഉപയോഗിക്കുന്ന സ്റ്റോക്ക് സൊല്യൂഷൻസ്, പൗഡേഴ്സ്, ഓയിന്റ്മെന്റുകളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സൂട്ടബിൾ സ്പേസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നമ്മുടെ മാനുഫാക്ചറിംഗ് റൂം നമ്മുടെ ഫാർമസിയോട് അടുത്ത് തന്നെ ആയിരിക്കണം സ്ഥിതി ചെയ്യേണ്ടത്. എത്ര മിസ് പറഞ്ഞേ? നെക്സ്റ്റ് പറയുന്നത് ഓഫീസ് ചീഫ് അല്ലെ, നമ്മുടെ ഫാർമസിയിലെ ചീഫിനുള്ള ഓഫീസ് ഉണ്ടായിരിക്കണം. ആ ഒരു ഫാർമസിനോട് ചേർന്ന് തന്നെ എന്താണ്? ചീഫിന് ഇരിക്കാനുള്ള ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഏരിയ, നമ്മുടെ ഡ്രഗ്സുകൾ അല്ലെങ്കിൽ മറ്റ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകൾ പാക്ക് ചെയ്യാനും അത് ലേബൽ ചെയ്യാനൊക്കെയുള്ള ഒരു ഏരിയാസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ, നമുക്കറിയാം നമ്മൾ വാങ്ങിക്കുന്ന മരുന്നുകൾ എന്താണ്? ചിലത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുന്ന മരുന്നുകൾ ഉണ്ട് അല്ലെ? കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ ഉണ്ടല്ലോ, വാക്സിന്, സെറം അല്ലേ, ലിവർ എക്സ്ട്രാക്ട്സ്, ഇൻസുലിൻ ആണോ? അപ്പൊ അത്തരത്തിലുള്ള എന്താണ്? കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകളൊക്കെ സൂക്ഷിക്കുന്നതിനുള്ള കോൾഡ് സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ്? റിസർച്ച് വിങ് അല്ലെ? എന്താണ്? നമ്മുടെ മാനുഫാക്ചറിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റിസർച്ചുകൾ നടത്തിയിട്ടാണ് അല്ലെ മരുന്നുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ? നേരിട്ട് പോയി ഒരു മരുന്നുണ്ടോ? ഇല്ല, അവർ റിസർച്ചുകളൊക്കെ നടത്തല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു റിസർച്ച് വിങ് ഫാർമസി പ്രോഡക്ട്സുകള് അല്ലെങ്കിൽ ഡ്രഗ്സുകളൊക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്നതിന് ഗവേഷണങ്ങൾ നടത്തുന്നതിനുള്ള ഒരു റിസർച്ച് വിങ്, ഒരു ഗവേഷണ വിഭാഗം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഫാർമസി സ്റ്റോർ റൂം അല്ലെ? നമ്മൾ സപ്ലയേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന എല്ലാ മരുന്നുകളും നമ്മൾ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി വെക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? അങ്ങനെ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മൾ വെക്കുന്നത്. ബാക്കി മരുന്നുകൾ എന്ത് ചെയ്യും? സ്റ്റോറിൽ സൂക്ഷിച്ചു വെക്കല്ലേ? ആണോ?
സ്റ്റോറിൽ സൂക്ഷിച്ചു വെക്കും. അപ്പൊ അങ്ങനെയുള്ള ഫാർമസി സ്റ്റോർ റൂം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ്? ലൈബ്രറി അല്ലെ, ഇവർക്ക് എന്തെങ്കിലും റെഫർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ, ബുക്സുകൾ നോക്കാനുണ്ട്, എന്തെങ്കിലും മരുന്നുകളെ കുറിച്ച് എന്തെങ്കിലും പഠിക്കാനുണ്ട് അല്ലെ, അപ്പൊ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ലൈബ്രറി ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിംഗ് ഏരിയാസ്. നമ്മുടെ റേഡിയോ ഐസോട്ടോപ്പുകൾ സംഭരിക്കുന്നതിന് വേണ്ടി, സ്റ്റോറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ഏരിയ ഉണ്ടായിരിക്കും. അപ്പൊ നോക്കിയത് an unsteady form of a chemical element that releases radiation since its breakdown and becomes more stable. എന്താണ്? ഒരു അൺസ്റ്റഡി ആയിട്ടുള്ള, ഒരു സ്ഥിരതയില്ലാത്ത ഒരു കെമിക്കൽ മൂലകന്റെയും അത് വിഘടിച്ച് അല്ലെ, അത് വിഘടിച്ചിട്ട് അതിൽ നിന്ന് എന്ത് പുറപ്പെടുവിക്കുന്നുണ്ട്? റേഡിയേഷൻസ് റിലീസ് ചെയ്യുന്നു. പുറപ്പെടുവിച്ചിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്? മോർ സ്റ്റേബിൾ ആവുന്നു, കൂടുതൽ സ്ഥിരത കൈവരിക്കുന്നു. നമ്മുടെ കാർബൺ എന്നുള്ള മൂലകം നിങ്ങൾ കേട്ടിട്ടില്ലേ? കാർബൺ കേട്ടിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ കാർബണിന് വിഘടനം സംഭവിച്ച് കാർബൺ 14 കാർബൺ 16 ആക്കുന്നുണ്ട്. അത് കേട്ടിട്ടുണ്ടോ? നമ്മ കെമിസ്ട്രിയിലൊക്കെ 8th 9th പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? അപ്പൊ അതില് എന്താണ്? അപ്പൊ നമ്മുടെ കാർബണിന് വിഘടനം സംഭവിച്ച് കാർബൺ 14 കാർബൺ 16 ആയി. ഇതില് കാർബൺ 14 എന്ന് പറയുന്നത് ഒരു റേഡിയോ ഐസോട്ടോപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഇത്തരത്തിലുള്ള റേഡിയോ ഐസോട്ടോപ്പുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രീറ്റ്മെന്റുകൾ നടത്തുന്നുണ്ട് അല്ലെ, റേഡിയേഷൻ ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തുന്നുണ്ടോ? കീമോതെറാപ്പി, റേഡിയേഷൻ അല്ലെ, കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ സ്കാനിങ്ങുകൾക്ക് വേണ്ടിയിട്ട് റേഡിയേഷൻ അല്ലെ, സ്കാനിങ്ങിന് ആ റൂമിലേക്ക് ചേരുന്നതിന് മുമ്പ് ചോദിക്കാറുണ്ട് അല്ലെ, പ്രഗ്നന്റ് ലേഡീസ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? റേഡിയേഷൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് പറയുന്നത്? ഇത്തരത്തിലുള്ള അൺസ്റ്റഡി ഫോം ഓഫ് കെമിക്കൽ എലമെന്റ്സിന് വിഘടനം സംഭവിച്ച് അതെന്ത് ചെയ്യുന്നുണ്ട്? അതിൽ നിന്ന് റേഡിയേഷൻസ് പുറപ്പെടുവിച്ചിട്ട് അതിന് കൂടുതൽ സ്ഥിരത കൈവരിക്കുന്നു. ഫസ്റ്റത്തെ പോയിന്റ് ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇൻ മെഡിസിൻ. മെഡിസിനിൽ നമ്മൾ ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ദേ ആർ യൂസ്ഡ് ഇൻ ഇമേജിംഗ് ടെസ്റ്റ് ആൻഡ് ട്രീറ്റ്മെന്റ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള റേഡിയോ ഐസോട്ടോപ്പുകൾ നമ്മൾ ഇമേജിംഗ് ടെസ്റ്റുകൾ അല്ലെ, സ്കാനിങ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ചികിത്സ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ, ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓൾ റേഡിയോ ഐസോട്ടോപ്സ് ഇപ്പൊ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ റേഡിയേഷൻ അടിച്ചാല് കുഴപ്പമില്ല. റേഡിയേഷൻ കീമോതെറാപ്പി, റേഡിയേഷൻ ഒക്കെ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നോർമൽ പേഴ്സണില് ഈ റേഡിയേഷൻ അടിച്ചാൽ എന്താണ്? അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമോ? നമ്മളെ പോലെയുള്ള ഒരു നോർമൽ പേഴ്സണ് റേഡിയേഷൻ അടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കോ? ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കല്ലേ? അപ്പൊ എന്താണ്? all radioactive isotopes should be stored in secure area when they are not in use. അപ്പൊ ഇത്തരത്തിലുള്ള ഐസോട്ടോപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അല്ലെ, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നേഴ്സിംഗ് ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അപ്പൊ കുഴപ്പമില്ല. അതല്ലാണ്ട് ഉപയോഗിക്കാത്ത സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാം? സെക്യൂർഡ് ആയിട്ട് സൂക്ഷിക്കുക. സെക്യൂർഡ് ഏരിയയിൽ, സുരക്ഷിതമായ ഏരിയയിൽ സൂക്ഷിക്കുക. If they are stored in laboratory, the lab must be locked when they are not in use. നമ്മൾ ആ ഒരു റേഡിയോ ഐസോട്ടോപ്പ് ലാബിലാണ് സൂക്ഷിക്കുന്നത് എങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യാത്ത സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുക? ലാബ് നിർബന്ധമായിട്ടും ലോക്ക് ചെയ്യുക. If the isotope is stored in refrigerator or freezer in lab or hallway, നമ്മൾ ഇത്തരത്തിലുള്ള ഐസോട്ടോപ്പുകൾ ഫ്രീസറിലോ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിലോ ലാബിലുള്ള അല്ലെങ്കിൽ ഹാൾവേയിലുള്ള റെഫ്രിജറേറ്ററിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ ആണ് സൂക്ഷിക്കുന്നത് എങ്കിൽ ദ റെഫ്രിജറേറ്റർ ഓർ ഫ്രീസർ മസ്റ്റ് ബി ലോക്ക്ഡ്. ആ റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ആ ഒരു ഫ്രീസർ നിർബന്ധമായിട്ട് ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. ഓക്കെ ആണോ?
ഒക്കെയാണ് എല്ലാവർക്കും. നെക്സ്റ്റ് എടുക്കട്ടെ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എക്യുപ്മെന്റ്, ഉപകരണങ്ങൾ അല്ലേ. നമ്മൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട് എക്യുപ്മെന്റുകളില നമ്മുടെ ഈ ടേബിളും ഒക്കെ പെടുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ ഉപകരണങ്ങൾ കണ്ടിട്ടുണ്ട് ഫാർമസിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി? ഒരുപാട് ഷെൽഫുകളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. നമ്മൾ മെയിൻ ആയിട്ട് അതല്ലേ കാണുന്നത്, ആണോ? ഡ്രോയേഴ്സ്, ഷെൽഫുകൾ അല്ലെ. പിന്നെ എന്തൊക്കെ കണ്ടിട്ടുണ്ട്? കപ്പോട്ടുകൾ കണ്ടിട്ടുണ്ട്, വർക്ക് ടേബിൾസ് കണ്ടിട്ടുണ്ട് അല്ലെ. വർക്ക് ടേബിൾസ് ഇല്ലേ അടുത്ത മരുന്നുകളൊക്കെ എടുത്ത് കൊടുത്തിട്ട് ലേബൽ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് അല്ലെ. പിന്നെ കൗണ്ടേഴ്സ് കണ്ടിട്ടുണ്ട് അല്ലെ. ഫ്രിഡ്ജ് ഉണ്ട്, ഓക്കെ. റെഫ്രിജറേറ്റേഴ്സ് ഉണ്ട് അല്ലെ. പിന്നെ കൗണ്ടർ, കമ്പ്യൂട്ടർ നോക്കാം നമുക്ക്. അപ്പൊ നോക്കിയേ, equipment needed in the hospital pharmacy consist of നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ടെലിഫോണ്, മെഡിസിൻ ബോക്സ് അല്ലെ, പ്രിസ്ക്രിപ്ഷൻ കേസ് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകളാണ് താഴെ കൊടുക്കുന്നത് അല്ലെ. ഫസ്റ്റ് പറയുന്നത് പ്രിസ്ക്രിപ്ഷൻ കേസ് ഉണ്ട് അല്ലെ. പ്രിസ്ക്രിപ്ഷൻ ഒക്കെ കൊണ്ടുവന്നിട്ട് ഒരു കേസിൽ ഇടുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ പറഞ്ഞ പോലെ ബോക്സ് അല്ലെ, പ്ലാസ്റ്റിക്കിന്റെ അപ്പൊ അങ്ങനെയുള്ള പ്രിസ്ക്രിപ്ഷൻ കേസ് ഉണ്ട്. പിന്നെ എന്താണ് ഡ്രഗ് സ്റ്റോർ കബോർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ്, ശരിയായിട്ടുള്ള പ്രോപ്പർ ഷെൽഫുകളോട് ഡ്രോയേഴ്സും കൂടിയിട്ടുള്ള കബോർഡുകൾ ഉണ്ട് അല്ലേ. ആണോ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? A to Z ആൽഫബറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് വേർതിരിച്ച് മരുന്നുകളൊക്കെ സൂക്ഷിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള കബോർഡുകള് ഡ്രോയേഴ്സിലൊക്കെ ഇല്ലേ. അപ്പൊ എന്താണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഷെൽഫുകളോടും ഡ്രോയേഴ്സ് വലിപ്പുകളൊക്കെ കൂടിയ കബോർഡുകൾ ഉണ്ടായിരിക്കും. സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ് വിത്ത് കബോർഡ് ബേസ്. എന്താണ് സെക്ഷണൽ ഡ്രോയേഴ്സ്? കബോർഡുകളോട് കൂടിയ, കബോർഡ് ബേസുകളോട് കൂടിയ സെക്ഷണൽ ഡ്രോയേഴ്സ് ഉണ്ടായിരിക്കും. വർക്ക് ടേബിൾസ് ആൻഡ് കൗണ്ടേഴ്സ് ഫോർ റെഗുലർ ഡിസ്പെൻസിംഗ് അല്ലെ. അവർക്ക് വർക്ക് ടേബിൾസ് അല്ലെ, മരുന്നുകൾ ലേബലൊക്കെ ചെയ്യണമെങ്കിൽ അല്ലെ, അല്ലെ ഒരു വീതം 2 നേരം അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ലേബലൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് വർക്ക് ടേബിൾസും റെഗുലർ ആയിട്ടുള്ള വിതരണത്തിന് വേണ്ടി ഡിസ്പെൻസിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് കൗണ്ടേഴ്സും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ് സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ് അല്ലെ. നമ്മുടെ വീട്ടിലെ സിങ്ക് ഇല്ലേ, കിച്ചണിലെ സിങ്ക്, അവിടെ എങ്ങനെയാണ് ഒരു ഡ്രെയിൻ ബോർഡ് കൂടിയതാണ് അല്ലെ. നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അവിടെ ഉണക്കാൻ വെക്കാനുള്ള ഒരു സ്പേസും കൂടിയുണ്ട് അല്ലെ. അതേപോലെ എന്താണ് സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ അവരെന്തെങ്കിലും മിക്സ് ചെയ്യാനായിട്ട്, മരുന്നുകൾ മിക്സ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പാത്രങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിന്റെ ഭാഗമായിട്ട് ബീക്കേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴുകി ഉണക്കുന്നതിന് വേണ്ടിയിട്ട് സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡുകൾ ഉണ്ടായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ക്യാബിനറ്റ് ടു സ്റ്റോർ മോർട്ടർ ആൻഡ് പെസ്റ്റിൽസ്. മോർട്ടർ ആൻഡ് പെസ്റ്റിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില പേഷ്യൻസിനൊക്കെ മരുന്നുകള് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റില്ല അല്ലെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് അപ്പൊ അവർക്ക് എന്തെങ്കിലും പൊടിച്ചു കൊടുക്കും. നമ്മുടെ വീട്ടില് ഇടികല്ലെന്നൊക്കെ പറഞ്ഞു കണ്ടിട്ടില്ലേ? ചെറിയൊരു ഇടികല്ലും അല്ലേ, ഇടിക്കാനുള്ള ഒരു ഇതൊക്കെ ഉള്ളത്. അതേപോലെ എന്താണ് സെറാമിക്കിന്റെ വൈറ്റ് കളറിൽ കണ്ടിട്ടുണ്ടോ? ഫാർമസിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മോർട്ടർ ആൻഡ് പെസ്റ്റിൽസ് അല്ലെ. ചില പേഷ്യൻസിന് നമുക്കറിയാം, ചില ഗുളികകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത്രയും ഉണ്ടാവില്ലേ കഴിക്കാനായിട്ട്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, നമ്മളെ തൊണ്ടയിൽ തടഞ്ഞു നിൽക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യാറില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഗുളികകള് കുറച്ച് വീക്കായിട്ടുള്ള പേഷ്യൻസിനൊക്കെ പൊടിച്ചൊക്കെ കൊടുക്കണമെങ്കിൽ അത് പൊടിക്കുന്നതിന് വേണ്ടിയിട്ട് മോർട്ടർ ആൻഡ് പെസ്റ്റിൽസ് കിറ്റുകളിൽ ഉണ്ടായിരിക്കും. ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കും അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ് കബോർഡ് ഫോർ ഗ്ലാസ് അറ്റൻസിൽസ്.
ഫ്ലാസ്ക്, ഫണൽസ് ആൻഡ് ബീക്കർ അല്ലെ, നമ്മുടെ ഗ്ലാസ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള പാത്രങ്ങൾ, അറ്റൻസിൽസ്, ഫ്ലാസ്കുകള്, ഫണൽസ്, ബീക്കർ അല്ലെ, നമ്മുടെ റിസർച്ചുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഫ്ലാസ്കുകളും ഫണൽസും ബീക്കേഴ്സ് ഒക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടി സെപ്പറേറ്റ് കബോർഡുകൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ്? റെഫ്രിജറേറ്റേഴ്സ് ഓഫ് സ്യൂട്ടബിൾ കപ്പാസിറ്റി, ശരിയായ കപ്പാസിറ്റിയിലുള്ള എന്താണ് റെഫ്രിജറേറ്റേഴ്സ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് നർക്കോട്ടിക് സേഫ് വിത്ത് സെപ്പറേറ്റ് ലോക്കഡ് ഡ്രോയേഴ്സ്. നമ്മൾ നർക്കോട്ടിക് ഡ്രഗ്സുകൾ, സെഡേഷന് വേണ്ടി, പെയിൻ കില്ലേഴ്സ് ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന നർക്കോട്ടിക് ഡ്രഗ്സുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി സെപ്പറേറ്റ് നർക്കോട്ടിക് ലോക്കഡ് ഡ്രോയേഴ്സ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഫയൽ ക്യാബിനറ്റ്. എന്താണ്? നമുക്ക് ടെലിഫോണിന്റെ വെക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഓഫീസ് ഡെസ്ക് ഉണ്ടായിരിക്കും, കൂടാതെ ഫയൽ ക്യാബിനറ്റ് ഉണ്ടായിരിക്കും. ഫണലും ബീക്കറൊക്കെ കണ്ടിട്ടില്ലേ? ഗ്ലാസ് കൊണ്ടുള്ള ബീക്കറും ഫണലൊക്കെ. ബീക്കറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും അതിന്റെ സൊല്യൂഷൻ ഒക്കെ എടുക്കാനായിട്ട് ഒരു ഷേപ്പിൽ വരുന്നത്. അങ്ങനെയുള്ള ഫണലുകള്, ബീക്കേഴ്സ് ഒക്കെ സൂക്ഷിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഗ്ലാസ് കൊണ്ട് നിർമ്മിതമായത് നമുക്ക് മറ്റു മരുന്നുകളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിക്കാൻ പറ്റുമോ? ഗ്ലാസ് കൊണ്ടുള്ളത് ചിലപ്പോ നമ്മുടെ കൈയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീണ് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയൊന്നും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഗ്ലാസ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള അറ്റൻസിൽസ്, പാത്രങ്ങള്, ബീക്കറ്, ഫണല് അത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് സെപ്പറേറ്റ് കബോർഡുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, നയന ആരാ ചോദിച്ചേ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യൻസ് അല്ലെ, നമ്മുടെ നഴ്സുമാർക്ക് ഔട്ട് പേഷ്യൻസിനൊക്കെ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഡിസ്പെൻസിങ് വിൻഡോ ഉണ്ടായിരിക്കും അല്ലെ. നമ്മളില്ലേ നമുക്ക് ഫാർമസിസ്റ്റിലെ മരുന്നുകൾ എടുത്തിരുന്നത് ഡിസ്പെൻസിങ് വിൻഡോയിൽ കൂടി അല്ലെ. നമ്മൾ ഫാർമസിയുടെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ടോ? ഇല്ല അല്ലേ? ആ ഒരു എന്താണ് വിൻഡോയിൽ കൂടിയാണ് അല്ലെ നമ്മൾ മരുന്നുകൾ വാങ്ങിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ സ്റ്റാഫിംഗ്. നമ്മുടെ ഫാർമസിയിലെ സ്റ്റാഫുകൾ ആരൊക്കെയാണ് അല്ലെ, സ്റ്റാഫിംഗ് ആരൊക്കെയാണ് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ നോക്കിയേ, there should be drug and therapeutic committee for advice and decision making അല്ലെ. നമ്മുടെ ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസുകൾ കൊടുക്കാൻ അല്ലെ, ഉപദേശങ്ങൾ കൊടുക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഫാർമസിസ്റ്റ് റിക്വയർമെന്റ് ഓൺ ദി ബേസിസ് ഓഫ് ബെഡ് സ്ട്രെങ്ത്. ഒരു ഹോസ്പിറ്റലിൽ എത്ര ഫാർമസിസ്റ്റ് വേണം എന്ന് തീരുമാനിക്കുന്നത് ആ ഒരു ഹോസ്പിറ്റലിൽ എത്ര ബെഡിന്റെ സ്ട്രെങ്ത് ഉണ്ട് അല്ലെ, എത്ര ബെഡ്സുകൾ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഇപ്പൊ ഒരു 500 ബെഡ് ഉണ്ട്. ആ ഒരു ഹോസ്പിറ്റലില് ഒരു 3 ഫാർമസിസ്റ്റ് ഉള്ളെങ്കിൽ അവിടുത്തെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുമോ? 3 ഫാർമസിസ്റ്റ് ഉള്ളൂ ഇല്ല അല്ലെ. ആൾക്കാര് ചീത്ത പറഞ്ഞ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും അല്ലെ, വെയിറ്റ് ചെയ്തിരുന്ന് പോയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലില് എത്ര ഫാർമസിസ്റ്റ് വേണം എന്നുള്ള ആ ഒരു റേഷ്യോ തീരുമാനിക്കുന്നത് ആ ഒരു ഹോസ്പിറ്റലിൽ എത്ര ബെഡ് സ്ട്രെങ്ത് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ നോക്കിയേ, ഇതിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ മക്കളെ. ഇതിനെന്തായാലും ക്വസ്റ്റ്യൻ വരും കേട്ടോ ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ. അപ് ടു 200 ബെഡ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലില് എത്ര ഫാർമസിസ്റ്റുകൾ ഉണ്ടാവും? ഇപ്പൊ അടയാളപ്പെടുത്താം കേട്ടോ. bed strength, number of pharmacists required. Up to 50 beds. ഒരു ഹോസ്പിറ്റലില് 50 ബെഡ്സ് വരെയും ഉള്ളൂ എങ്കിൽ അവിടെ എത്ര ഫാർമസിസ്റ്റ് വേണം? 3 ഫാർമസിസ്റ്റ് വേണം. അപ് ടു 100 ബെഡ്സ്, 100
ബെഡ്സ് വരെയാണെങ്കിൽ അവിടെ 5 ഫാർമസിസ്റ്റ്, അപ് ടു 200 ബെഡ്സ് ആണെങ്കിൽ 8 ഫാർമസിസ്റ്റ്, അപ് ടു 300 ബെഡ്സ് ആണെങ്കിൽ 10 ഫാർമസിസ്റ്റ്, അപ് ടു 500 ബെഡ്സ് ആണെങ്കിൽ 15 ഫാർമസിസ്റ്റ് ആണ് ആവശ്യമായി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, അടയാളപ്പെടുത്താട്ടോ. നെക്സ്റ്റ് ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലോ ചാർട്ട് ഫോർ റിക്വയർമെന്റ് ഓഫ് എ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ്. നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന്റെ ആ ഒരു ഫ്ലോ ചാർട്ട് ആണ് വരുന്നത്. ഫസ്റ്റ് ഡയറക്ടർ, നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? ഡയറക്ടർ ആണ്. ഡയറക്ടറിന്റെ അണ്ടറില് സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ്, നമ്മൾ മലയാളത്തിൽ സൂപ്രണ്ട് എന്ന് പറയുമല്ലോ. അപ്പൊ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ്, ഫാർമസ്യൂട്ടിക്കൽ സർവീസുകളുടെ സൂപ്രണ്ട് ആണ് സൂപ്രണ്ട്. അല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ്, എംഫാം ഒക്കെ കഴിഞ്ഞിട്ടുള്ള ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും ഡയറക്ടറുടെ അണ്ടറില് വരുന്നത്. ഇനി നെക്സ്റ്റ് ചീഫ് ഫാർമസിസ്റ്റിന്റെ അണ്ടറില് 4 സെക്ഷൻ ആണ് വരുന്നത്. ഒന്നാമത്തേത് ഫാർമസിസ്റ്റ്, എന്തിനു വേണ്ടിയിട്ടാണ്? ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്, മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റില് ഒരു ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കും. ആളെന്ത് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞതായിരിക്കും? ബി.ഫാം കഴിഞ്ഞിട്ടുള്ള ഫാർമസിസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഫാർമസിസ്റ്റ് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ ഉണ്ടായിരിക്കും 2 ഫാർമസിസ്റ്റ്, ബി.ഫാം ഓർ ഡി.ഫാം, ബി.ഫാം കഴിഞ്ഞത് അല്ലെങ്കിൽ ഡിപ്ലോമ ഫാർമസി കഴിഞ്ഞിട്ടുള്ള 2 ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കും. അവരെന്തിനു വേണ്ടിയിട്ടാണ്? ഡിസ്പെൻസിങ്ങിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ഫോർ ക്വാളിറ്റി കൺട്രോൾ. എന്താണ്? നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഫാർമസിസ്റ്റ് നമ്മുടെ മരുന്നുകളുടെ ഗുണനിലവാരം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, ക്വാളിറ്റി ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റും ഉണ്ടായിരിക്കും. ഓരോ ഹോസ്പിറ്റലിലും ഈ ബെഡ്സിന്റെ നമ്പർ മാറുന്നതിനനുസരിച്ച് ഇവിടെ വരുന്ന ഫാർമസിസ്റ്റുകളുടെ എണ്ണത്തിലും വ്യത്യാസങ്ങൾ വരും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഒരു ഫാർമസിസ്റ്റ് 2, 4 അല്ലേ, 5 പേരായുള്ളൂ അല്ലെ. അപ്പൊ ഈ ഒരു നമ്പർ ഓഫ് ബെഡ്സിന്റെ വ്യത്യാസങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മുടെ താഴത്തെ ആ ഒരു സെക്ഷനിൽ ഫാർമസിസ്റ്റുകളുടെ എണ്ണത്തിലും വ്യത്യാസങ്ങൾ വരുന്നു. ക്ലിയർ അല്ലേ? മെഡിക്കൽ സ്റ്റോറിൽ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്നത് ക്ലിയർ ആണോ? ഹു ഈസ് ദി ഹെഡ് ഓഫ് ദി ഫാർമസി സർവീസ് ചോദിപ്പിക്കാം, അല്ലെങ്കിൽ എന്താ അങ്ങനെ ചോദിക്കാം കേട്ടോ. അപ്പൊ അത് അടയാളപ്പെടുത്താം. നെക്സ്റ്റ് പറയുന്നത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. നമ്മൾ ഫസ്റ്റ് സെക്ഷൻ എടുത്തപ്പോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അല്ലെ, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറഞ്ഞപ്പോ ആരാണ് എന്താണെന്നൊക്കെ ഉണ്ടായി അല്ലേ. അപ്പൊ നെക്സ്റ്റ് നോക്കിയേ, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ആണ് നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ട് വരുന്നത്. ഹു ഈസ് ദി ചെയർമാൻ ഓഫ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ചോദിക്കാട്ടോ. എന്താണ്? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ആണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ചെയർമാൻ ആയി വരുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഓൾ HODs അല്ലെ, എല്ലാ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആരുണ്ടാവും? ഒരു ഹെഡ് ഉണ്ടാവും അല്ലെ. അവിടുത്തെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഹെഡ് ഉണ്ടാവുമല്ലോ. അപ്പൊ എല്ലാ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നുള്ള ആളുകള് ഇതിൽ എന്തായിരിക്കും? മെമ്പർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് മെമ്പർ ആയിരിക്കും. നഴ്സുമാരുടെ സൂപ്രണ്ട് ഇതിൽ മെമ്പർ ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ചീഫ് ഫാർമസിസ്റ്റ് മെമ്പർ സെക്രട്ടറി ആയിട്ട് ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും ഈ ഒരു ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ വരുന്നത്. അപ്പൊ നോക്കിയേ, മെഡിക്കൽ സൂപ്രണ്ടന്റ് ഉണ്ട്, ഓർ HOD അല്ലെ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ഹെഡുകൾ ഉണ്ടായിരിക്കും. നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ഉണ്ടായിരിക്കും, കൂടാതെ ചീഫ് ഫാർമസിസ്റ്റും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് അല്ലെ, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് പറയുന്നത്
to prepare of hospital drug formulary. Formulary എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡ്രഗ് ലിസ്റ്റ്. നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിലെ ഏതൊക്കെ മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഡ്രഗ് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ആ മരുന്നുകൾ ഏത് അസുഖത്തിനാണ് ഉപയോഗിക്കുന്നത്, ഏത് സിംറ്റംസിനാണ് ഉപയോഗിക്കുന്നത്, ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അലർജീസോ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള വിവരങ്ങൾ എഴുതി ചേർക്കുന്ന ഒരു ഡ്രഗ് ലിസ്റ്റ് നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഹോസ്പിറ്റൽ ഫാർമസി ഡ്രഗ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ആരാണ്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആയിരിക്കും. ഓക്കെ, ഓക്കെയാണോ? ഇപ്പൊ നമ്മുടെ ഫാർമസിയിൽ ഏതൊക്കെ മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ടെന്ന് നമ്മുടെ ഡോക്ടേഴ്സിന് അറിയണം അല്ലേ? അറിയണോ? കാര്യമുണ്ടോ? അറിയണം അല്ലേ? എന്നാൽ മാത്രമാണ് അതിനനുസരിച്ച് ആളുടെ മുമ്പിൽ വരുന്ന പേഷ്യൻസിന് ആള് പറയുന്ന അസുഖത്തിന് എഴുതി കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? ഹോസ്പിറ്റലില് ഈ ഒരു അസുഖത്തിന് ഇന്ന മരുന്നാണ് സ്റ്റോക്ക് ഉള്ളത് അല്ലേ? അപ്പൊ എന്താണ് ആ ഒരു ഹോസ്പിറ്റൽ ഡ്രഗ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ആരാണ്? പ്രിപ്പയർ ചെയ്യുന്നത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് to select of manufacturer and supplier mode of procurement. അല്ലെ, മരുന്നുകളുടെ ലഭ്യതയ്ക്കായി പ്രൊക്വയർമെന്റിനായിട്ട് അവരെന്താണ് മാനുഫാക്ചേഴ്സിനെയും സപ്ലയേഴ്സിനെയും നമ്മൾ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് വേർട്ടി സപ്ലയേഴ്സിനെ ആയിരിക്കണം അല്ലെ തിരഞ്ഞെടുക്കേണ്ടത്. ആണോ? വിശ്വാസയോഗ്യരായിട്ടുള്ള സപ്ലയേഴ്സിനെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ട്രസ്റ്റ് വേർട്ടി സപ്ലയേഴ്സിനെയും മാനുഫാക്ചേഴ്സിനെയും സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ടു ആഡ് ഓഫ് ന്യൂ ഡ്രഗ്സ്, ഡിലീഷൻ ഓഫ് ഓൾഡ് ഡ്രഗ്സ്. എന്താണ് നമുക്ക് ഇപ്പൊ അറിയാം, എന്താണ് മരുന്നുകളൊക്കെ റിസർച്ചുകളൊക്കെ ചെയ്ത് പുതിയ പുതിയ മരുന്നുകളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് അല്ലേ? ആണോ? ചിലപ്പോ ഇപ്പൊ കഴിക്കുന്ന മരുന്നുകളേലും കൂടുതൽ എഫക്റ്റീവായ മരുന്നുകളായിരിക്കാം അല്ലേ? അല്ലെ, ഇപ്പൊ കഴിക്കുന്ന മരുന്നുകളിലും കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകളായിരിക്കാം. അപ്പൊ നമ്മൾ അതെന്ത് ചെയ്യണം? നമ്മുടെ ഫാർമസിയിൽ ഉൾപ്പെടുത്തണോ? പുതിയ മരുന്നുകൾ അല്ലെ, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ ഉൾപ്പെടുത്തണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പുതിയ മരുന്നുകൾ നമ്മുടെ ഫാർമസിയിൽ ആഡ് ചെയ്യുന്നതും പഴയ മരുന്നുകൾ അല്ലെ, ഓൾഡ് ഡ്രഗ്സുകൾ നമ്മുടെ ഫാർമസിയിൽ നിന്ന് ഒഴിവാക്കണ്ടേ? ചിലപ്പോ നമ്മുടെ മാർക്കറ്റില് അതിന്റെ എന്തെങ്കിലും റിസ്കുകൾ കൊണ്ട് ബാൻ ചെയ്ത മരുന്നുകൾ വരാം അല്ലേ? ചില മരുന്നുകൾ ബാൻ ചെയ്യാലോ, എന്തെങ്കിലും നമ്മുടെ പേഷ്യൻസിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സിറ്റുവേഷനിൽ അല്ലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും മരുന്നുകൾ നമ്മുടെ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഫാർമസിയിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ അത് ഡിലീഷൻ ചെയ്യുന്നതും ആരാണ്? നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഡ്രഗ്സ് ടു ബി സപ്ലൈഡ് ഇൻ OPD. നമ്മുടെ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മരുന്നുകൾ ഡ്രഗ്സുകൾ സപ്ലൈ ചെയ്യുന്നത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആണ്. നെക്സ്റ്റ് പറയുന്നത് പോളിസി ഫോമിംഗ് ഫോർ ഫാർമസി ആൻഡ് മോണിറ്ററിംഗ്. നമ്മുടെ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് നമ്മൾ പറഞ്ഞു? ഹോസ്പിറ്റൽ ഫാർമസിയുടെ നയങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽസിലെ നയങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കണം അല്ലേ? ആണോ? എസ്റ്റാബ്ലിഷ്ഡ് നയങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ നയങ്ങള് രൂപീകരിക്കുന്നതും ആ നയങ്ങള് നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് മോണിറ്ററിംഗ് ചെയ്യുന്നത്, നിരീക്ഷിക്കുന്നതും ആരാണ്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കാലോ. ബഡ്ജറ്റ് ഡിമാൻഡിങ് ഫോർ ഫാർമസി. എന്താണ്? നമ്മുടെ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് വേണോ അല്ലേ? മരുന്നുകൾ വാങ്ങണം അല്ലേ?
സപ്ലയേഴ്സിൽ നിന്ന് മാനുഫാക്ചേഴ്സിൽ നിന്ന് മരുന്നുകൾ വാങ്ങണം. റിസർച്ചുകൾ ഉണ്ടെങ്കിൽ റിസർച്ചുകൾക്ക് പൈസ വേണം അല്ലേ? ഗവേഷണം നടത്താൻ പൈസ വേണേ. അപ്പൊ അങ്ങനെ നമ്മുടെ ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ട ബഡ്ജറ്റ് അനുവദിക്കുന്നതും ആരാണ്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ടു ഡെവലപ്പ് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ, നമ്മുടെ മരുന്നുകളുടെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്, വികസിപ്പിക്കുന്നത് അല്ലെ. നമ്മുടെ ഈ ഒരു എന്താണ് ഡ്രഗ് ഫോർമുലറി, ഡ്രഗ് ലിസ്റ്റ് അല്ലെങ്കിൽ ഓരോ മരുന്നുകളെ കുറിച്ചുള്ള ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള വിവരങ്ങൾ നമ്മുടെ സിസ്റ്റത്തിൽ സൂക്ഷിക്കണോ? അപ്പൊ അങ്ങനത്തെ ആ ഒരു ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം വികസിപ്പിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തില് കമ്പ്യൂട്ടറില് വികസിപ്പിക്കുന്നത് ആരാണ്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആണ്. നെക്സ്റ്റ് പറയുന്നത് ടു ചെക്ക് ഫാർമസി റെക്കോർഡ്സ് ആൻഡ് ഡ്രഗ് ക്വാളിറ്റി. എന്താണ്? നമ്മുടെ ഫാർമസിയില് ഒരുപാട് റെക്കോർഡ്സുകൾ ഉണ്ട്, നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. റെക്കോർഡ്സുകൾ പഠിക്കാനുണ്ട്. അപ്പൊ ഒന്നുകൂടി പഠിക്കും. ഡ്രഗ് ഇൻസ്പെക്ഷൻ നടത്തുന്ന റെക്കോർഡുകൾ ഉണ്ട് അല്ലെ. ഓരോ മരുന്നുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. എന്താണ് പേഷ്യൻസിന് എന്തെങ്കിലും ഡേഞ്ചറസ് റിസ്കുകൾ ഉണ്ടാക്കുന്നുണ്ടോ? പിന്നെ എന്താണ് മരുന്നുകൾ നമ്മുടെ മാനുഫാക്ചേഴ്സിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ സപ്ലയേഴ്സിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് മരുന്നുകളാണോ, കറക്റ്റ് ക്വാണ്ടിറ്റിയിലുണ്ടോ അല്ലെ, അങ്ങനെയുള്ള ഇൻസ്പെക്ഷന്റെ ഒക്കെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നുണ്ട്. പിന്നെ എന്താണ് എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ ഉണ്ട്. ഓരോ മരുന്നുകളുടെയും എക്സ്പയറി ഡേറ്റ് ഒക്കെ സൂചിപ്പിക്കുന്ന എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ ഉണ്ട്. അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും മരുന്നുകളൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് റിയാക്ഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എഴുതി ചേർക്കുന്ന അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ് ഉണ്ട്. സ്റ്റോക്ക് ലെഡ്ജർ അല്ലെ, വിവിധ തരത്തിലുള്ള മരുന്നുകളെ കുറിച്ചുള്ള സ്റ്റോക്കുകൾ എഴുതി ചേർക്കുന്ന സ്റ്റോക്ക് ലെഡ്ജർ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫാർമസി റെക്കോർഡ്സുകൾ പരിശോധിക്കുന്നതും കൂടാതെ നമ്മൾ മാനുഫാക്ചേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് സപ്ലയേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന മരുന്നുകളുടെ എന്ത് ചെയ്യണം? ഗുണനിലവാരം പരിശോധിക്കണം അല്ലേ. പേഷ്യൻസിന് റിസ്കുകൾ ഉണ്ടോ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആ ഡ്രഗ് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് to maintain of drug standard and quality control. നമ്മുടെ ഫാർമസിയിൽ നിന്ന് വിതരണം ചെയ്യുന്ന മരുന്നുകൾ അല്ലെങ്കിൽ അവർ പ്രൊക്യൂർമെന്റ് നടത്തിയിരിക്കുന്ന മരുന്നുകൾ എങ്ങനെയായിരിക്കണം? സ്റ്റാൻഡേർഡ് ഉള്ളതും ക്വാളിറ്റി ഉള്ളതായിരിക്കേണ്ടേ. നമുക്കറിയാം മാർക്കറ്റ് ഇപ്പൊ മാർക്കറ്റിൽ എന്താണ് ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട് അല്ലെ. നമ്മളും പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും. കോപ്പിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ. ആണോ? എല്ലാവരും വിശ്വാസയോഗ്യരായിട്ടുള്ള സപ്ലയേഴ്സ് ഒക്കെയാണോ? ആണോ? അല്ല അല്ലേ. എല്ലാവർക്കും ഇപ്പൊ എങ്ങനെയാണ്? പൈസ അല്ലെ, പണം സമ്പാദിച്ചാൽ മതി അല്ലെ. ആളുകളുടെ പ്രൊട്ടക്ഷൻ സേഫ്റ്റി നോക്കുന്നുണ്ടോ? നമ്മൾ വാങ്ങുന്ന പൊടികള് അല്ലേ, റോ മെറ്റീരിയൽസ്, ഫുഡ് റോ മെറ്റീരിയൽസ് അതൊക്കെ സേഫ് ആണോ? മായം ചേർന്നിട്ടുണ്ട് അല്ലെ, ഒരുപാട് മായം ചേർന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങള്, അങ്ങനെയുള്ള ഡ്രഗ്സുകൾ, മായം ചേർന്നിട്ടുള്ള ഡ്രഗ്സുകളൊക്കെ നമ്മുടെ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമോ? സേഫ് അല്ല അല്ലെ. പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പൊ അത്തരത്തില് ഡ്രഗ്സുകളുടെ സ്റ്റാൻഡേർഡ് അല്ലെ, നിലവാരം, ക്വാളിറ്റി നിയന്ത്രണവും നിലനിർത്തേണ്ടത് അല്ലെ, നമ്മുടെ പേഷ്യന്റിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് എഫക്റ്റീവ്നെസ് അവർ ഉപയോഗിക്കുന്നതിന്റെ ആ ഒരു ഫലപ്രദം അല്ലെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിലനിർത്തേണ്ടത് ആരാണ്? നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ടു ഡിസ്പോസ് ഓഫ് എക്സ്പയറി ഡ്രഗ്സ് അല്ലെ, നമ്മുടെ മരുന്നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കോ? പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കോ? ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യണം? അത് ഡിസ്പോസ് ചെയ്യണം അല്ലെ, നിർമ്മാർജ്ജനം ചെയ്യണം, സംസ്കരിക്കണം അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആരാണ്? നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഓരോ ഹോസ്പിറ്റലിന്റെയും
പോളിസികൾക്ക് അനുസൃതമായിട്ട് എന്ത് ചെയ്യുക, അവിടുത്തെ എക്സ്പയറി ഡ്രഗ്സുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് ദാനിഷ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി 1 and 2 ഫങ്ഷൻസ് 1 and 2 പറയാനാണോ? ഇമ്പോർട്ടന്റ് ആണ്. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഇമ്പോർട്ടന്റ് ആണ്, ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Who is the chairman of Drug and Therapeutic Committee എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ who is the member secretary of the Drug and Therapeutic Committee ചോദിക്കാം, അല്ലെങ്കിൽ which are the functions of Drug and Therapeutic Committee ചോദിക്കാം കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് ഹോസ്പിറ്റൽ ഫോർമുലറി, ഹോസ്പിറ്റൽ ഡ്രഗ് ലിസ്റ്റ്. അപ്പൊ നോക്കിയേ, hospital drug list. No hospital pharmacy can perhaps stock every medication that is concerned doctor may want to prescribe for their patients who are hospitalized. അല്ലേ, ഇപ്പൊ നമുക്കാണെങ്കിലും നമ്മ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുത്തെ ഡോക്ടേഴ്സ് എഴുതി തരുന്ന എല്ലാ മരുന്നുകളും ഫാർമസിയിൽ നിന്ന് ലഭിക്കാറുണ്ടോ? എല്ലാ സമയത്തും കിട്ടാറുണ്ടോ? ഇല്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചില മരുന്നുകള് നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് പുറത്ത് വാങ്ങേണ്ടി വരുന്നുണ്ട് അല്ലേ. അപ്പൊ എന്താണ്, ഒരു ഹോസ്പിറ്റലിലും എന്താണ് അവിടുത്തെ കൺസേൺഡ് ഡോക്ടേഴ്സ് അല്ലെ, നമ്മൾ പേഷ്യൻസ് കാണുന്ന ആ ഒരു കൺസേൺഡ് ഡോക്ടേഴ്സ് എഴുതി കൊടുക്കുന്ന എല്ലാ മരുന്നുകളും അവർക്ക് സ്റ്റോക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് എ ലിസ്റ്റ് ഓഫ് മെഡിക്കേഷൻ that the hospital pharmacy stocks along with the information about each medications. Like Miss പറഞ്ഞതാണ്, നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഡ്രഗ് ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ആ ഒരു ഹോസ്പിറ്റലില് ഏതൊക്കെ മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി നമ്മുടെ ഫാർമസിയിലെ സ്റ്റോക്കുള്ള മരുന്നുകളെ കുറിച്ച് ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. ഇതില് ആ ഓരോ മരുന്നുകൾ, ഈച്ച് മെഡിക്കേഷൻസ്, ഓരോ മരുന്നുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങള് ചേർത്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ പാരസെറ്റാമോൾ ആണെങ്കിൽ നമുക്കറിയാം അല്ലെ, പാരസെറ്റാമോൾ 250 ഉണ്ട്, 500 ഉണ്ട്, 650 ഉണ്ട് അല്ലെ, ആണോ? അപ്പൊ അത് നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പെയിന് ഉപയോഗിക്കുന്നുണ്ട്, ഹെഡേക്കിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ഫീവറിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഉണ്ടോ? ഉണ്ട്. അതേപോലെ ഈ പെയിൻ കില്ലേഴ്സ് കഴിച്ചു കഴിഞ്ഞാല് ചിലർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. പാരസെറ്റാമോളൊക്കെ ചിലർക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് ഇങ്ങനെ ചൊറിഞ്ഞു പൊന്തും, അല്ലെങ്കിൽ ചുണ്ട് തടിച്ചു പൊന്താ അല്ലെ, അല്ലെങ്കിൽ വയറുവേദന എടുക്കാം. ആർക്കുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള സൈഡ് റിയാക്ഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ മരുന്നുകളും അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ആ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടോ എന്നുള്ള എല്ലാ വിവരങ്ങളും ഈ ഒരു ഡ്രഗ് ലിസ്റ്റില് എഴുതി ചേർക്കുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് the committee that collects information about the hospital formulary meets regularly to make changes as necessary. അപ്പൊ നമ്മൾ ഇതിക്ക് മുമ്പ് എന്ത് പറഞ്ഞു, addition of new drugs and deletion of all the drugs അല്ലെ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആണെന്ന് ഇപ്പൊ തന്നെ മിസ് പറഞ്ഞു നിർത്തിയുള്ളൂ. ഓർമ്മയുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള ചേഞ്ചസ് അല്ലെ,
എന്തെങ്കിലും ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി റെഗുലർ ആയിട്ട് മീറ്റിങ്ങുകൾ കൂടുന്നുണ്ട്. ഓക്കെ, അപ്പൊ പുതിയ മരുന്നുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാർമസിയിൽ പുതിയ മരുന്നുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? നമ്മുടെ ഡ്രഗ് ലിസ്റ്റിൽ ആഡ് ചെയ്യണോ? എഡിറ്റ് ചെയ്യണം അല്ലേ? അതേപോലെ പഴയ മരുന്നുകൾ ഒഴിവാക്കിയിട്ടുണ്ട്, ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് ഹോസ്പിറ്റൽ ഫാർമസിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിന്റെ റിസ്കുകളുടെ അഭാവത്തിലായിരിക്കാം, ചിലപ്പോൾ അത് വിപണിയിൽ നിന്ന് ലഭിക്കാതെ വരുന്നത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് കൂട്ടിയത് കൊണ്ടായിരിക്കാം. എന്തെങ്കിലും പ്രത്യേക കാരണം കൊണ്ട് നമ്മുടെ ഫാർമസിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത്തരം മരുന്നുകൾ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണോ? പിന്നെ ഫാർമസിയിൽ നിന്ന് കിട്ടാൻ മരുന്ന് ഇല്ല അല്ലേ? അപ്പൊ അത്തരം മരുന്നുകള് ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തരം വിവരങ്ങള് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യാറുണ്ട്? റെഗുലർ ആയിട്ട് മീറ്റിങ്ങുകൾ കൂടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ ഇത്? നെക്സ്റ്റ് പറയുന്നത് ഡോക്ടേഴ്സ് യൂസ് ദ ഫോർമുലറി to find out which medications the hospital has available to treat a given symptoms or condition. They also check it to ensure that they do not prescribe medications that can cause perilous interaction with other medications. എന്താണ്? അപ്പൊ നമ്മുടെ ഡോക്ടേഴ്സ് ഈ ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ഈ ഒരു ഹോസ്പിറ്റൽ ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിച്ച് കാണിട്ട് അവരുടെ മുമ്പിലിരിക്കുന്ന ആ ഒരു പേഷ്യൻസിന്റെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ അവരുടെ ആ ഒരു അസുഖത്തിന് എന്ത് മരുന്നാണ് നമ്മുടെ ഫാർമസിയിലെ സ്റ്റോക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഓക്കെയാണോ? ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലില് ഡോക്ടേഴ്സിന്റെ മുമ്പിലെ സിസ്റ്റത്തിൽ തന്നെ അറിയാം അല്ലേ? ഫാർമസി എന്നുള്ളത് ഇപ്പൊ ഫാർമസിയിലേക്ക് ഫയലുകൾ അയക്കേണ്ടി വരുന്നുണ്ടോ? ചിലപ്പോൾ എന്താണ് ഈ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാം അല്ലേ ഡോക്ടേഴ്സിന് അല്ലേ? നേരിട്ട് ഡോക്ടർ എഴുതി തരുന്ന മരുന്നുകള് നമ്മുടെ ഫാർമസിയിലെ സിസ്റ്റത്തിലേക്ക് പോകാം അല്ലേ? ഈ പ്രിസ്ക്രിപ്ഷൻ ആണോ? ടെക്നോളജിക്കലി ഡെവലപ്പ് വന്നിട്ടുണ്ട് അല്ലേ ഒരുപാട് കാര്യങ്ങള്. അപ്പൊ എന്താണ് നമ്മുടെ ഡോക്ടേഴ്സിന്റെ സിസ്റ്റത്തിൽ അവരുടെ മുമ്പിൽ ഇപ്പൊ കമ്പ്യൂട്ടർ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ IP നമ്പർ എന്താണ് നമ്മുടെ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഡോക്ടറുടെ സിസ്റ്റത്തിൽ വരുന്നുണ്ടോ? പ്രീവിയസ് ഹിസ്റ്ററി, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ അല്ലേ, നമുക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകൾ അല്ലേ? അതേപോലെ നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സിന് എന്ത് കിട്ടുന്നുണ്ട്? നിങ്ങളുടെ ഡ്രഗ് ലിസ്റ്റ് ഹോസ്പിറ്റൽ ഫാർമസിയിലെ ഡ്രഗ് ലിസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡ്രഗ് ലിസ്റ്റ് നോക്കിയിട്ട് ആ ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷന് അല്ലെങ്കിൽ അവരുടെ അസുഖത്തിന് ഏത് മരുന്നാണ് ഫാർമസിയിലെ സ്റ്റോക്ക് ഉള്ളത് എന്ന് നമ്മുടെ ഡോക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് പറയുന്നത് they also check it to ensure. നെക്സ്റ്റ് പറയുന്നത് അവർക്ക് ആ ഒരു ഡ്രഗ് ലിസ്റ്റ് നോക്കി കാണട്ടെ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു മരുന്ന് പിന്നെ മരുന്നാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവർക്കറിയാം. ഇപ്പൊ പെരിലസ് ഇന്ററാക്ഷൻസ് എന്ന് മിസ് പറഞ്ഞു. എന്താണ്? രണ്ട് മരുന്നുകൾ ഒരുമിച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുത്തുന്നത് അല്ലെ? ഫുൾ ഓഫ് ഡേഞ്ചർ അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ എഴുതി കൊടുത്തിട്ടില്ല എന്ന് ഇത് നോക്കി അവർക്ക് ഡോക്ടേഴ്സിന് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് the committee select medications based on their effectiveness, their cost and the need for them at each particular hospital. ആ ഒരു കമ്മിറ്റി ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ തിരഞ്ഞെടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ മരുന്നിന്റെ എഫക്റ്റീവ്നെസിന്റെ അടിസ്ഥാനത്തിൽ കാര്യക്ഷമതയുടെ അടിസ്ഥാനത്തിൽ അല്ലെ? ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ അസുഖം മാറണം അല്ലെ? അതല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ അതിന്റെ എഫക്റ്റീവ്നെസിന്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് റൈറ്റ് മെഡിക്കേഷൻ, റൈറ്റ് ടൈം, റൈറ്റ് പേഷ്യന്റ്,
അറ്റ് മിനിമം കോസ്റ്റ് അല്ലേ, സാധ്യമായ ഏറ്റവും കുറഞ്ഞ വില അല്ലേ. അപ്പൊ അതിന്റെ കോസ്റ്റ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, in the need for them at each particular hospital. ആ ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലിന് ആ ഒരു മരുന്നിന്റെ ആവശ്യമുണ്ടോ അല്ലെ, നീഡ് ഉണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മരുന്നുകൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു കാർഡിയോളജി സെക്ഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു പീഡിയാട്രിക് സെക്ഷൻ ഇല്ല, പീഡിയാട്രിക് ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്താണ് കുട്ടികളെ ുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാത്ത ഒരു ഹോസ്പിറ്റല് പീഡിയാട്രിക് മെഡിസിന് അവർ പർച്ചേസ് ചെയ്ത് വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് പോവുള്ളൂ അല്ലേ. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ഡ്രഗ് അവർക്ക് ആവശ്യമുണ്ടോ, നീഡുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നമ്മുടെ കമ്മിറ്റി മരുന്നുകൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ ഫോർമുലറി കഴിഞ്ഞു. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? കുഴപ്പമില്ലല്ലോ, സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ലല്ലോ. നെക്സ്റ്റ് എടുക്കാമല്ലോ, ഇൻജെക്റ്റിംഗ് ഓഫ് ഡ്രഗ്സ് എടുക്കാം അല്ലേ. നെക്സ്റ്റ് എന്താണൊന്നും പറയാത്തെ? നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് ഇൻജെക്റ്റിംഗ് ഓഫ് ഡ്രഗ്സ്. ഇൻജെക്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലില് ഒരു മെഡിക്കൽ സ്റ്റോറില് അല്ലെങ്കിൽ ഒരു ഫാർമസിയില് നിന്നുള്ള മരുന്നുകളുടെ ഓർഡറിനും അല്ലെങ്കിൽ എന്താണ് വിതരണത്തിനുമുള്ള ഒരു ഔദ്യോഗിക ഓർഡറിനെയോ അല്ലെങ്കിൽ അഭ്യർത്ഥനയോയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻജെക്റ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ്, ഒരു ഫാർമസിയില് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറില് എന്താണ് മെഡിക്കൽ സ്റ്റോറിൽ നിന്നുള്ള മരുന്നുകളുടെ ഓർഡറിനോ അല്ലെ. ഇപ്പൊ നമ്മുടെ മരുന്നുകൾ സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഓർഡർ കൊടുക്കണം അല്ലേ. കൊടുക്കണോ? സപ്ലയേഴ്സിന്റെ അടുത്ത്, മാനുഫാക്ചേഴ്സിന്റെ അടുത്ത് ഓർഡർ കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓർഡറിനെയോ അല്ലെങ്കിൽ നമുക്ക് വിതരണം ചെയ്യണമെങ്കിൽ എന്താണ് പേഷ്യൻസിനൊക്കെ വിതരണം ചെയ്യണമെങ്കിൽ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ വേണം അല്ലെ, വേണ്ടേ? ഒരു ഔദ്യോഗിക ഓർഡർ വേണം അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഔദ്യോഗിക ഓർഡറിനെയോ അല്ലെങ്കിൽ അഭ്യർത്ഥനയോയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻജെക്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇൻജെക്റ്റിംഗ് ഓഫ് ഡ്രഗ്സ്. നെക്സ്റ്റ് പറയുന്നത് the hospital must have a clear hospital formulary that may contain 250 to 300 drugs. എന്താണ്, നമ്മുടെ ഹോസ്പിറ്റലില് നിർബന്ധമായിട്ടും ഒരു വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഡ്രഗ് ലിസ്റ്റ് വേണം, ഫോർമുലറി വേണം. ആ ഒരു ഫോർമുലറിയില് എത്ര മരുന്നുകൾ ഉൾപ്പെടുന്നുണ്ട്? 250 മുതൽ 300 വരെയുള്ള മരുന്നുകൾ ഉൾപ്പെടുന്നു. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് drug to be intended keeping safety stock in mind. എന്താണ്, നമ്മുടെ ആ ഒരു ഡ്രഗിന്റെ ഇന്റന്റ് നമ്മുടെ മൈൻഡിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ വീട്ടില് ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളുകൾക്ക് അറിയാം, നമ്മുടെ വീട്ടില് സാധനങ്ങളുടെ ആ സ്റ്റോക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ടോ? തീർന്നു പോകാറായിട്ടുള്ള സാധനങ്ങൾ അല്ലേ ഉണ്ട് അല്ലേ. അപ്പൊ അതേപോലെ എന്താണ്, നമ്മുടെ ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റാഫുകൾക്ക് ഉണ്ടാവും അല്ലെ, ഈ ഒരു മരുന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോകാറായിട്ടുണ്ട് അല്ലെ, സ്റ്റോക്ക് തീർന്നു അതൊരു സേഫ്റ്റി സ്റ്റോക്ക് അവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കോ? അപ്പൊ ആ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് എന്താണ്, ആ ഒരു സേഫ്റ്റി സ്റ്റോക്ക് നമ്മുടെ ആ ഒരു ഫാർമസിസ്റ്റിന്റെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഷുഡ് ബി ഫോളോഡ് ടു ത്വാട്ട് ഓവർ സ്റ്റോറിംഗ് ഓർ തെഫ്റ്റ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈ OQ പിന്തുടരുന്നത് എന്താണ്, ആ ഒരു ഫാർമസിയില് കൂടുതൽ സ്റ്റോക്ക് വരുത്തുന്നത് അല്ലെ, ഓവർ സ്റ്റോക്കിങ്ങും തെഫ്റ്റും കളവ് തടയാനായി സഹായിക്കുന്നു. ഒരു മിനിറ്റ്. ഓക്കെ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി EOQ അത് പറഞ്ഞിട്ട് മിസ് അത് എടുക്കാം കേട്ടോ. The economic order quantity EOQ is the number of units that a company should add
to the inventory, which each order to minimize the total cost of inventory, such as holding cost, order cost, and shortage cost. അതായത് നമ്മുടെ ആ ഒരു കമ്പനി അവരുടെ എന്താണ് ഹോൾഡിംഗ് കോസ്റ്റ് അല്ലെ, അവരത് സൂക്ഷിക്കുന്നതിന് അവർക്ക് കോസ്റ്റ് വരുന്നുണ്ട് അല്ലേ, ആണോ? ഹോൾഡിംഗ് വെയർ ഹൗസിന് കോസ്റ്റ് വരുന്നുണ്ട്, പിന്നെന്താണ് സ്റ്റാഫുകൾക്ക് ചെലവ് വരുന്നുണ്ട്, ഉണ്ടോ? നമ്മൾ സാധനം ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഇല്ലേ? കൂടാതെ ഓർഡർ ചെയ്യണമെങ്കിൽ കോസ്റ്റ് വരുന്നുണ്ട് അല്ലേ? പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യണം, സപ്ലയേഴ്സിൽ നിന്ന് പർച്ചേസ് എന്താണ് ടെൻഡേഴ്സ് സ്വീകരിക്കണം, അത് ഇവാലുവേറ്റ് ചെയ്യണം അല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ? അങ്ങനെയുള്ള ഓർഡർ കോസ്റ്റ്. ഷോർട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് ചില സിറ്റുവേഷനിൽ നമ്മൾ ഡബിൾ പൈസ കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് സാധനം മേടിക്കേണ്ടി വരും അല്ലേ? ഷോർട്ടേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അത്തരം എന്താണ് കോസ്റ്റുകള് കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു കമ്പനി അവരുടെ സ്റ്റോക്കിൽ ചേർക്കുന്ന എന്താണ് നമ്പർ ഓഫ് യൂണിറ്റ്സിനെയാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു സാധനം, ഒരു എക്സാമ്പിൾ പോലെ മിസ് പറഞ്ഞുതരാം. ഒരു പ്രോഡക്റ്റ് നമുക്ക് 150 എണ്ണം വേണം, പക്ഷെ നമ്മൾ അത് 200 എണ്ണം ഓർഡർ ചെയ്തു. ഒരു 50 എണ്ണം എക്സ്ട്രാ നമുക്ക് കൂട്ടി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഓർഡർ കോസ്റ്റും ഹോൾഡിംഗ് കോസ്റ്റും എല്ലാം ഒന്ന് തന്നെയാണോ വരുന്നത് അല്ലേ? 150 എണ്ണം കൊണ്ടുവരേണ്ട അടുത്ത് ഒരു 50 എണ്ണം കൂടി കൂട്ടിക്കൊണ്ടുവരും അല്ലേ? നമുക്ക് എന്താണ് 200 എണ്ണം സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ആ 50 എന്ന് പറയുന്നത് അവിടെ എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ്. ക്ലിയർ ആയോ? അവരുടെ ആ ഒരു ഹോൾഡിംഗ് കോസ്റ്റും ഓർഡർ കോസ്റ്റും ഷോർട്ടേജ് കോസ്റ്റും എന്താണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ ഷോർട്ടേജ് വരുന്ന ആ ഒരു ചെലവും കുറയ്ക്കുന്നതിന് വേണ്ടി ആ ഒരു കമ്പനി അവരുടെ ഇൻവെന്ററിയിൽ ചേർക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള നമ്പർ ഓഫ് യൂണിറ്റ്സിനെയാണ് എന്ത് പറയുന്നത് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ചില സിറ്റുവേഷനിൽ നമ്മൾ വീട്ടില മന്ത്ലി സാധനങ്ങൾ മേടിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ? അല്ലേ? ഒരു മാസത്തേക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു 5 കിലോ പഞ്ചസാരയാണ് നമുക്ക് ഒരു മാസം ചെലവ് വരുന്നത്. ഇനി ഏകദേശം കേട്ടോ 3 or 4 നമ്മുടെ ആളെണ്ണ അനുസരിച്ച് മറ്റ് വ്യത്യാസം വരും. അപ്പൊ നമ്മൾ ചില സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? 1 കിലോ കൂടി കൂട്ടി മേടിക്കേ ആണോ? 1 കിലോ കൂടി കൂട്ടി മേടിക്കും. എന്താണ് വേണ്ടി വന്നാൽ യൂസ് ചെയ്യാം അല്ലെ? സ്റ്റോക്ക് തീർന്നു പോകണ്ട അല്ലെ? പിന്നെ പോവാനും മേടിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതേപോലെ എന്താണ് അവര് ആ ഒരു ഓർഡർ കോസ്റ്റും എന്താണ് ഹോൾഡിംഗ് കോസ്റ്റും ഷോർട്ടേജ് കോസ്റ്റ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഇൻവെന്ററിയിൽ ചേർക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള ഒരു നമ്പർ ഓഫ് യൂണിറ്റ്സിനെയാണ് എന്ത് പറയുന്നത് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. EOQ സ്റ്റാൻഡ്സ് ഫോർ ചോദിക്കാം, അതല്ലെങ്കിൽ ഡാഷ് ഈസ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് നമുക്ക് ചോദിക്കാം കേട്ടോ, അടയാളപ്പെടുത്താം. ക്ലിയർ ആണ് നമുക്കുള്ളത്? മിസ് പറഞ്ഞില്ലേ ഫോർമുലറി ദാറ്റ് മേ കണ്ടെയ്ൻ 250 to 300 drugs. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഡ്രഗ് ഫോർമുലറിയിൽ എത്ര മരുന്നുകൾ ഉൾപ്പെടുന്നുണ്ടെന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈ OQ ഫോളോ ചെയ്യുന്നത് നമ്മുടെ ഓവർ സ്റ്റോക്കിങ്ങും അല്ലെ കളവും കുറയ്ക്കുന്നു. ഓക്കെ ആണോ? നമുക്കറിയാം നമ്മുടെ എന്താണ് അഡീഷണൽ ആയിട്ട് ഇത്ര സ്റ്റോക്ക് ഉണ്ട് അല്ലെ? 50 എണ്ണം കൂടിയുണ്ട്. പിന്നെ നമ്മൾ അത് വീണ്ടും സ്റ്റോക്ക് ചെയ്യോ? വീണ്ടും ഓർഡർ എടുക്കോ? ഇല്ല അല്ലേ? അപ്പൊ അത് ഓവർ സ്റ്റോക്കിങ്ങും കളവും നമുക്കറിയാം ഇത്ര എണ്ണം സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ കളവും നമുക്ക് കുറയ്ക്കാനായി സഹായിക്കുന്നു. ക്ലിയർ ആണോ? തെഫ്റ്റ് എന്ന് പറഞ്ഞാല് കളവ് കേട്ടോ. അപ്പൊ മിസ് ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ, ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നത്തെ തിയറി എല്ലാവർക്കും ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്.
ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.